പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ ബി.ജെ.പി. ശ്രമമെന്ന ആരോപണം. 50-ാം വാർഡിലെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി രമേശ് കെയുടെ വീട്ടിലേക്ക് പണവുമായി ബി.ജെ.പി. നേതാക്കൾ എത്തിയെന്നാണ് പരാതി. നിലവിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കും കൌൺസിലർക്കുമെതിരെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഞാനിവിടെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു ഫോൺ വന്നു. സുനിൽ പറഞ്ഞ ആളാണ് വിളിച്ചത്. അപ്പോൾ അവർ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു എന്നെ. ഞാനിപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വാർഡ് മെമ്പർ ഇവിടുത്തെ ജയലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിന്മാറാൻ പറയണം, LDF-ൻ്റെ ആൾ പിന്മാറിയിട്ടുണ്ട്, പിന്മാറാൻ പറയണം. ഭർത്താവ് വന്നിട്ട് സംസാരിച്ചിട്ട് രാവിലെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇവിടുത്തെ അവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ അറിയാം, എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങൾ സഹായിക്കാം, പിന്മാറാൻ പറയണമെന്നൊരു 2-3 തവണ ആവർത്തിച്ചിട്ട് പറഞ്ഞ് അവർ പോയിരിക്കണം. ഭീഷണിയൊന്നും ഇവിടുത്തെ ഇങ്ങനെ പണം വാഗ്ദാനം ചെയ്തിട്ട് പോയിരിക്കണം. എന്നാൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആശംസ അറിയിക്കാനാണ് വീട്ടിൽ പോയതെന്നും കൌൺസിലർ ജയലക്ഷ്മി പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വോട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. എല്ലാ വീടുകളിലേക്കും ഞാൻ പോയി ഇവരെ വീട്ടിലെ ഫാമിലിയിലൊന്നും കണ്ടില്ല. അപ്പം അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അത് ഞാൻ ചോദിച്ച് വോട്ട് വേണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴാണ് അവർ അറിഞ്ഞത് അവർ 50-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്കൊരു ആശംസകൾ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഞാൻ വീടെത്തുകയും ചെയ്തു. പിന്നെ ശേഷം എന്താ നടന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. കോൺഗ്രസ് ആരോപണം തള്ളി ബി.ജെ.പി. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും രംഗത്തെത്തി. സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ. UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ജാള്യത അവർക്ക് മറച്ചു വെക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ BJP-യുടെ നേർക്ക് വരുന്നതാണ്. പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരുടെയും ഒരു വാദഗതികളൊക്കെ നമ്മൾ കേട്ടു. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ UDF സ്ഥാനാർത്ഥിയായ, അതായത് നഗരസഭയിലെ 50-ാം വാർഡായ കണ്ണകി നഗർ വെസ്റ്റിലെ ഈ UDF സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ഈ BJP കൗൺസിലർ ഉൾപ്പെടെ രമേശിന്റെ വീട്ടിലെത്തിയത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണെങ്കിൽ പണം നൽകാം എന്നായിരുന്നു BJP പറഞ്ഞതെന്നാണ് ഈ രമേശിന്റെ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇതേ തുടർന്ന് ഇപ്പോൾ വലിയ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് നിലവിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു വാർഡ് തന്നെയാണ് ഈ കണ്ണകി നഗർ വെസ്റ്റ്. കഴിഞ്ഞ തവണയൊക്കെ 1000-ലധികം വോട്ടുകൾ നേടിയാണ് BJP അവിടെ അവരുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചത്. അതേസമയം തന്നെ കോൺഗ്രസിനും LDF-നും ഒക്കെ അന്ന് ലഭിച്ചത് 100-200 വോട്ടുകൾ മാത്രമാണ്. അങ്ങനെ BJPക്ക് കൃത്യമായ സ്വാധീനമുള്ള ഒരു മേഖലയിൽ എന്തിനാണ് ഇത്തരത്തിൽ പണം നൽകി സ്വാധീനിക്കുന്നത് എന്നാണ് BJP-യുടെ പക്ഷം. ഒപ്പം തന്നെ ഈ രാത്രി വീട്ടിലെത്തിയത് അത് വോട്ട് ചോദിക്കാൻ, ഒപ്പം തന്നെ ഈ രമേശിന് ആശംസകൾ അറിയിക്കാൻ എന്നാണ് ഈ കൗൺസിലർ ജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പറയുന്നതും. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം, ഈ രാത്രിയിലെത്തി വോട്ട് ചോദിക്കുകയോ ആശംസ അറിയിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല, അത് കൃത്യമായി തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പണം നൽകിയാണ് സ്വാധീനിക്കുക, ഏകപക്ഷീയമായി വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള BJP-യുടെ ഒരു ഗൂഢശ്രമമായിരുന്നു നടന്നിരുന്നത്. കാരണം നേരത്തെ തന്നെ BJP-ക്കുള്ളിലെ വിഭാഗീയത ഉൾപ്പെടെ ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിൽ BJP-ക്ക് എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി അത്തരം ഒരു നീക്കമായിരുന്നു നടന്നത്. ഇതിനെന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ രമേശിന്റെ വീട്ടിലെത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എന്തായാലും രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി എടുക്കുകയാണ്. തുടർന്ന് വിശദമായ മൊഴി എടുക്കലിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.